പാകിസ്ഥാനെ എടുത്ത് തലയിൽ വെച്ച് കൊണ്ടുവരുന്ന രാജ്യമാണ് തുർക്കി. തുർക്കി ഇപ്പം ഗതികെട്ട് പാകിസ്ഥാനിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ മറുതയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള നിലവിളി. എന്നിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്ത്യയോട് അടുക്കാനാണ്. ഇന്ത്യയുടെ കാല് പിടിച്ചാൽ ഇന്ത്യ അടുപ്പിക്കുമോ സാർ? എന്താണ് ശരിക്കും തുർക്കിയായിട്ട് ഇന്ത്യക്കുള്ള ഒരു സമീപനം? തുർക്കിയും ഇന്ത്യയും തമ്മിൽ ധാരാളം സാമ്പത്തികമായ ബന്ധങ്ങളും ഇടപാടുകളും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്യാവശ്യമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഓർക്കുന്നില്ലേ, ഒരു പിന്നെ ഈ എയർപോർട്ടിലെ ഹാൻഡ്ലിംഗ് പൊസിഷനിലുണ്ടായിരുന്ന ഒരു തുർക്കി കമ്പനിയെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പുറത്താക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കാവുന്ന മേഖലകളിലൊക്കെ ഇന്ത്യ തുർക്കിയായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയും ഞെരുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് തുർക്കി വളരെ പ്രകടമായിട്ടാണ് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഒരു സഹോദര മുസ്ലിം രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ സൈനിക മേധാവി എന്ന് പറയുകയും ചെയ്തു. നമ്മൾ 3 രാജ്യങ്ങളുമായിട്ടാണ് യുദ്ധം ചെയ്തത്. ഒന്ന് ചൈന, പാകിസ്ഥാൻ, തുർക്കി. അതെ അതെ, ചൈന പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും മനസ്സിലായി. കാരണം ചൈനയുടേതായിരുന്നു ആയുധങ്ങളെല്ലാം. അതെല്ലാം വളരെ അനായാസം നമുക്കത് പൊട്ടിച്ച് തകർക്കാൻ പറ്റി. പിന്നെ മറ്റൊന്ന് ഈ ഡ്രോൺസും മറ്റുമൊക്കെ സപ്ലൈ ചെയ്തത് തുർക്കിയിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് തുർക്കിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം മോശമാകുന്നത്. അതിനു മുമ്പ് തുർക്കിയായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ തുർക്കിയുള്ള ഏജൻസികളൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ നമ്മൾ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ ശക്തമായിട്ട് മാറ്റി നിർത്തുന്ന, തുർക്കിയെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറി. അതിനുശേഷമാണ് പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൈപ്രസിൽ, അവിടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മെഡിറ്ററേനിയനിലെ സൈപ്രസിൽ ഒരു സന്ദർശനം നടത്തുന്നതും. എനിക്ക് തോന്നുന്നു എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം അതോ ആദ്യമായിട്ടാണ്, എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല, ഈ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസിൽ സന്ദർശനം നടത്തുന്നത്. അതൊരു സ്ട്രാറ്റജിക് സന്ദർശനമായിരുന്നു. അപ്പോൾ അന്ന് ചില ധാരണകളുണ്ടാക്കിയിരുന്നു. അപ്പോൾ അന്ന് ധാരണകളുണ്ടാക്കിയതിൻ്റെ പ്രകാരമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൈപ്രസിൻ്റെ പ്രസിഡന്റ് നിക്കോസ് ഇവിടെ ഇന്ത്യയിലുണ്ടായിട്ട് അന്നുണ്ടാക്കിയൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒട്ടേറെ കരാറുകളുണ്ടാക്കി. ആ കരാറുകളുണ്ടാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് കരാറുകളാണ്. അതുപോലെ തന്നെ സൈപ്രസ് വൻതോതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉള്ള ഇന്ത്യ തന്നെ ഉൽപ്പാദിച്ചുള്ള ഡിഫൻസ് ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള സംഗതികൾ അവർ വാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ സൈപ്രസുമായിട്ടും ഇവർക്കും പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് ഒരു 1974 ഈ സൈപ്രസിൻ്റെ ഒരു ഭാഗം തുർക്കി കൈവശപ്പെടുത്തി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആധിപത്യം അവർ പുലർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈപ്രസുമായിട്ട് ഇന്ത്യ വളരെയധികം ഒരുപാട് വിഷയങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ ഈ കഴിഞ്ഞ ഈ സൈപ്രസ് പ്രസിഡൻറ്റിൻ്റെ ഇന്ത്യയിലേക്കുള്ള സന്ദർശന വേളയിൽ ധാരണയായിട്ടുള്ള ഡിഫൻസ്, കൾച്ചർ, പിന്നെ അതേപോലെ തന്നെ UPI ഇപ്പം അത് മാത്രമല്ല ടിപ്സ് എന്ന് പറയുന്നത്, അതായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ക്രോസ് ബോർഡറായിട്ട് പേയ്മെൻറ്റ്, അത് കാരണം യൂറോപ്പുമായിട്ട് ഉള്ള കോറിഡോറാണല്ലോ, യൂറോപ്പിലേക്ക് കയറുന്ന സ്ഥലമാണ് ഈ സൈപ്രസ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അവിടെ ഈ UPI ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു ഇന്ത്യ. അപ്പോൾ അത് ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് യൂറോപ്പുമായിട്ടുള്ള ഇടപാടുകളെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ ചെയ്യാവുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. സാർ, ഈ അർമേനിയ അസർബൈജാൻ തമ്മിലുള്ള ഇഷ്യൂല് നമ്മൾ അർമേനിയയ്ക്ക് കുറേ ആയുധങ്ങൾ കൊടുത്തായിരുന്നു, പിനാക അടക്കമുള്ള സംവിധാനം, നമ്മൾ അഗ്നിയൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പോൾ സൈപ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുക, ആ ബ്രഹ്മോസ് ഒന്ന് തരുമോ, ഇവരിട്ട് പൊട്ടിക്കണം ഈ തുർക്കിക്കത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പാക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഡിഫൻസ് എഗ്രിമെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റാണ്. ഒട്ടേറെ മറ്റുള്ള ടെക്നോളജിക്കൽ ഇൻ്റഗ്രേഷൻ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ ഇപ്പം ഇന്ത്യ വളരെ, എനിക്ക് തോന്നുന്നു ഈ സമീപ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു കരാറുണ്ടാക്കിയതുള്ള അപൂർവമാണെന്ന് തോന്നുന്നു. അതിന് വേറൊരു കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ അത് പോകുന്നത് ഈ പറയുന്നതുപോലെ സൈപ്രസ് അതിൻ്റെ ആ ലോജിസ്റ്റിക്സിൽ സൈപ്രസിന് നിർണായകമായ റോളുണ്ട്. ഇതുകൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രി സൈപ്രസിൽ ഈ സംഭവത്തിന് ശേഷം പോകാനിടയായതും പിന്നീട് ഈ പറഞ്ഞതുപോലെ തുർക്കിയുടെ സാന്നിധ്യം. അപ്പോൾ ഇങ്ങനൊരു സംഗതി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തുർക്കിക്ക് അതൊരു ഭീഷണിയുമാണ്. അത് ഇന്ത്യയുമായിട്ടൊരു ശത്രുതാ ഭാവത്തിൽ പോകുന്നത് അപകടമാണ് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ തുർക്കിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാതെ തന്നെ ഇന്ത്യയുമായിട്ടൊരു സാമ്പത്തിക ഇടപാടുകളിൽ സജീവമായിട്ട് പങ്കെടുക്കാനുള്ള ഒരു തീരുമാനം തുർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും തുർക്കിയുടെ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായിട്ട് അത്തരം സംഭാഷണങ്ങളിൽ തുടക്കം കുറിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഈ ആ ഒരു തുർക്കിയുടെ
ഈ പറഞ്ഞ പോലെ ഒരു വേണം ഈ നോർത്തേൺ ഭാഗമുണ്ട്. ഈ സൈപ്രസ് ആകപ്പാടെ ചെറിയൊരു രാജ്യമാണ് സൈപ്രസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കേരളത്തിൻ്റെ ഏതാണ്ടൊരു ഒരു 1/3 ഭാഗം മാത്രമേ ഈ സൈപ്രസ് ഉള്ളൂ. അതിൻ്റെ കുറച്ച് ഭാഗമാണ് ഇവരുടെ തുർക്കിയുടെ അധീനതയിലുണ്ടെന്ന് അവർ അവകാശപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വളരെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷനാണ്, ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷനാണ് ഈ സൈപ്രസിൻ്റെ. മെഡിറ്ററേനിയനിൽ കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയി തൊട്ടപ്പുറത്താണ് യൂറോപ്പും മറ്റ് രാജ്യങ്ങളുമൊക്കെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ എക്കണോമിക് കോറിഡോറിന്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോറിൽ ഏറ്റവും നിർണായകമായ ഒരു സ്ഥലം കൂടെയാണ് ഈ സൈപ്രസ്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ രീതിയിൽ ഒരു വളരെ കുഞ്ഞു രാജ്യമായിട്ട് പോലും ഈ രീതിയിലുള്ളൊരു വലിയ കരാറുകൾ ഒട്ടേറെ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കരാറുകൾ. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡിഫൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സാന്നിധ്യവും സൈപ്രസിനുണ്ടാവുന്ന ഒരു പ്രതിരോധ ശേഷി, മിലിറ്ററി ശേഷി അത് തുർക്കി തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് പല രീതിയിൽ തുർക്കിക്ക് ബുദ്ധിമുട്ടാവും. ഒന്ന്, സൈപ്രസ് എന്ന് പറയുന്ന കുഞ്ഞു രാജ്യമാണെങ്കിലും അതൊരു വളരെ ശക്തമായ ഒരു ഭീഷണിയായിട്ട് തുർക്കിക്ക് മാറുന്നുണ്ട്. ഒപ്പം തന്നെ അത് അവരുടെ ഈ പറഞ്ഞതുപോലെ നിലവിലുള്ള മിലിറ്ററി ബജറ്റിൻ്റെ ഭാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സജീവമായിട്ട് ഈ കയറ്റുമതി ഇറക്കുമതി നടന്നുകൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നു ഇന്ത്യയും തുർക്കിയും. അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് ഏജൻസികൾ, ഒരുപാട് ഈ സർവീസസും ഒക്കെ കൈമാറിക്കൊണ്ടിരുന്ന 2 രാജ്യങ്ങളായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഇന്ത്യ ഏകപക്ഷീയമായിട്ട് പലതും നിർത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊക്കെ വീണ്ടും പുനരാരംഭിക്കാനുള്ള ശ്രമമൊക്കെയാണ് ഇപ്പം തുർക്കി നടത്തുന്നത്. അത് ഇന്ത്യയുടെ ഈ പുതിയ സാഹചര്യത്തിൽ, വിശേഷിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ഒരു മിലിറ്ററി പവർ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്തോനേഷ്യ ആണെങ്കിലും അതേപോലുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മളുടെ ഈ അർമേനിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ബ്രഹ്മോസിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. അത് ഒരുപാട് രാജ്യങ്ങൾ അത് നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള മിലിറ്ററി ശേഷി ലോകത്തിൻ്റെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു ഷോക്കേസിങ്ങിന് പറ്റിയ ഒരു അവസരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് നയിക്കപ്പെട്ട സംഗതികൾ പഹൽഗാം ആക്രമണം പോലുള്ള വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നെങ്കിൽ പോലും ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഒരു മിലിറ്ററി പവർ ഷോക്കേസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ഇന്ത്യയുടെ ഒരു പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് തന്നെയായിരിക്കണം ഇപ്പോൾ തുർക്കി ഇന്ത്യയുമായിട്ട് ഒരു സംഘർഷത്തിൻ്റെ പാതയിൽ പോകണ്ടെന്നും, ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ തുർക്കിക്കൊരു ബന്ധം ഉണ്ടാവുകയാണെങ്കിലും ഇപ്പോൾ അവരുടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ കോർപ്പറേഷൻ അതിനകത്ത് ഒരംഗമാണ് എന്നുള്ള പരിഗണന ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് തുർക്കിക്കൊരു ആനുകൂല്യം സാമ്പത്തികമായിട്ടും ഇല്ല, മറ്റ് പല കാരണങ്ങളുമില്ല. കുറേയും കൂടെ കൂടുതൽ ബാധ്യതയാണ് തുർക്കിയുടെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ബാധ്യതയും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പാകിസ്ഥാനികളെ കൊണ്ടുള്ള പ്രശ്നങ്ങളും തുർക്കി നേരിടുന്നുണ്ട്. കുറേ നാൾ ഫ്രീ വിസയൊക്കെ കൊടുത്തിരുന്നു. അപ്പം തുർക്കി അതിൻ്റെ ആഭ്യന്തരമായ മറ്റ് പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് യാതൊരുവിധമായിട്ടുള്ള സാമ്പത്തിക നേട്ടവും ഉണ്ടാവുന്നില്ല, സാമൂഹിക നേട്ടവും ഉണ്ടാവുന്നില്ല, മറ്റ് അന്താരാഷ്ട്ര തലത്തിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ഭൗമരാഷ്ട്രീയത്തിലും കാര്യമായ നേട്ടങ്ങളൊന്നും തുർക്കിക്ക് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയെ ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാനോട് കൂടുന്നുണ്ടാവുന്നില്ല. അപ്പോൾ ഈ തിരിച്ചറിവ് തന്നെയാണ് ഇപ്പം ഇന്ത്യയെ പിണക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശത്രു രാജ്യം പോലെ പെരുമാറുന്നത് അപകടകരമാണ് തങ്ങൾക്ക് എന്നുള്ള ബോധ്യവും ഇന്ത്യയുടെ സൈപ്രസിലുള്ള സാന്നിധ്യവും ഒക്കെ കണക്കിലെടുത്തിട്ട് തന്നെയാണ് തുർക്കി ഈ ഒരു സമീപനത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്. അതിനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കിനി വരുന്ന ആളുകൾ കണ്ടറിയണം. കാര്യം ഇന്ത്യക്ക് ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു മേൽക്കൈയുണ്ട്. ഇപ്പോൾ തുർക്കിയുടെ അടുത്തൊരു മേൽക്കൈ ഇന്ത്യക്കുണ്ട്. ആ മേൽക്കൈ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോളിസി എന്ന് പറയുന്ന സംഗതി നിതാന്തമായിട്ടൊരു രാജ്യവുമായിട്ട് ശത്രുതയുണ്ടാവില്ല. ഇന്ത്യയുടെ താല്പര്യത്തിന് ഏതാണോ അനുകൂലമായി വരുന്നത് ആ പോളിസി അനുസരിച്ച് മൾട്ടി അലൈൻമെൻറ്റ് ഫോറിൻ പോളിസിയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ശത്രുതയുള്ള രാജ്യങ്ങളാണെങ്കിലും ഏതൊക്കെ ഏരിയയിലാണ് ശത്രുതയുള്ളതെന്നുള്ള വിഷയങ്ങൾ മാറ്റിവെച്ചിട്ട് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു മൾട്ടി അലൈൻമെൻറ്റ് പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു നീക്കത്തെ എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ട് തിരിച്ചറിയാൻ പറ്റും.